നമസ്കാരം. ബിഗ് ബുക്കിന്റെ രണ്ടാം താളിലേക്ക് സ്വാഗതം. രണ്ടാം താളിൽ രണ്ട് പുറങ്ങളിലായി രണ്ട് വിഷയങ്ങളാണ് ബിഗ് ബുക്ക് ചർച്ച ചെയ്യുന്നത്. കാർഷിക മേഖലയുടെ പ്രശ്നങ്ങളും പുതിയ വ്യാപാര കരാറുകളും ഒരു ജനതയെ എങ്ങനെ തകർക്കുന്നുവെന്ന പരിശോധനയാണ് ഒന്നാം പുറത്ത്. രണ്ടാം പുറം പ്രണയത്തെക്കുറിച്ചാണ്. കാൽപ്പനിക സങ്കല്പങ്ങൾ തകർത്തെറിഞ്ഞ് പ്രണയിനിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളയുന്ന വർത്തമാനകാലത്തെ പ്രണയ സങ്കല്പത്തെക്കുറിച്ച് ക്യാമ്പസ് എങ്ങനെ സംസാരിക്കുന്നു എന്ന്. ഇന്ത്യ ഒരു പുതിയ കരാറിൽ തുല്യം ചാർത്താൻ ശുഭമുഹൂർത്തം നോക്കിയിരിക്കുകയാണ്. ആ ഒപ്പിന്റെ ശക്തിയിൽ തുറക്കുന്നത് ചെറുകിട ഡാമൊന്നുമല്ല, വിപണിയെ ആകെ മുക്കിക്കൊല്ലുന്ന ഇറക്കുമതി പ്രളയത്തിന് വഴിവെക്കുന്ന വമ്പൻ ആർച്ച് ഡാം തന്നെയാണ്. റീജിയണൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എന്ന വ്യാപാര കരാറിന് ഇന്ത്യ സ്വാഗതം അരുളിക്കഴിഞ്ഞു. എന്നാൽ ഈ കരാറിലൂടെ ഇന്ത്യൻ കാർഷിക രംഗത്തും സാമ്പത്തിക രംഗത്തും വരുത്തുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല എന്നതാണ് രസകരം. RCEP എന്ന ചുരുക്കെഴുത്തിൽ ഒളിച്ചിരിക്കുന്ന റീജിയണൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് ഇന്ത്യയിലെ കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, വസ്ത്ര വ്യവസായികൾ എന്നിവർക്കും ഒപ്പം ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്കും കനത്ത തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്ന ആസിയാനിലെ 10 രാജ്യങ്ങളും ഇന്ത്യ, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ 6 രാജ്യങ്ങളും ചേരുന്നതാണ് RCEP. വിവിധ കാലഘട്ടങ്ങളിൽ മാറി മാറി ഭരിച്ച കേന്ദ്ര സർക്കാരുകൾ കർഷകരോട് വിവിധ കാർഷിക വിരുദ്ധ കരാറുകളിലൂടെ വലിയ നീതി നിഷേധം നടത്തിയതിൻ്റെ ബാക്കിപത്രമാണ് വിവിധ സംസ്ഥാനങ്ങളിലുണ്ടായ രാജ്യത്താകമാനം സൃഷ്ടിക്കപ്പെട്ട കാർഷിക തകർച്ചയുടെ മുഖ്യ കാരണം. ലോക വ്യാപാര സംഘടനയുടെ അംഗത്വമെടുത്തുകൊണ്ട് നികുതി രഹിത ഇറക്കുമതിക്ക് മുൻകാല സർക്കാരുകൾ ഒത്താശ ചെയ്തപ്പോൾ ആസിയാൻ രാജ്യങ്ങളുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ വൻ ഇറക്കുമതിയാണ്, കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയാണ് നമ്മുടെ കാർഷിക സമ്പദ്ഘടനയ്ക്ക് വലിയ പ്രകരമേൽപ്പിച്ചിരിക്കുന്നത്. അതിലും വലിയൊരു കരാറിലേക്കാണ് വരും ദിവസങ്ങളിൽ ഒപ്പിടാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇതിനോടകം ചർച്ചകൾ നടത്തി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വ്യാപാര കരാറുകൾ എന്ന ഒരു കൺസെപ്റ്റിൽ മാത്രം ഇത് ഒതുങ്ങി നിൽക്കുന്നില്ല. നിക്ഷേപ കരാറും സേവന കരാറും ഭൗതിക സ്വത്തവകാശവും അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന പരിഹാര മാർഗങ്ങളുമൊക്കെ തുടർന്നുള്ള കരാർ വ്യവസ്ഥകളിലെല്ലാം വരുന്നുണ്ട്. പുതിയ കരാർ പ്രകാരം കരാർ നടപ്പാക്കുമ്പോൾ തന്നെ ചൈനയിൽ നിന്നുള്ള 28% ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഇല്ലാതാകും. അതിനുശേഷം 20 വർഷം കൊണ്ട് 80% ഉൽപ്പന്നങ്ങൾക്കും ഡ്യൂട്ടി ഒഴിവാകുകയും ചെയ്യും. ഇവയെല്ലാം ലക്ഷ്യമിടുന്നത്, പുതിയ കരാറിലൂടെ പ്രത്യേകിച്ച് ലക്ഷ്യമിടുന്നത് ആസിയാൻ രാജ്യങ്ങളും ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സൗത്ത് കൊറിയ, ജപ്പാൻ, ചൈന, ഇന്ത്യ ഇങ്ങനെ 16 രാജ്യങ്ങൾ ചേർന്നുള്ള ഒരു വലിയ വ്യാപാര കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ ചൈനയുമായിട്ടുള്ള കരാർ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞാൽ ഇന്ത്യൻ വിപണിയിലേക്ക് ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ഒരു നികുതിയുമില്ലാതെ ഒഴുകി വരുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഒരു കരാർ പോലും ഇല്ലാത്ത അവസ്ഥയിൽ പോലും 23% ആഭ്യന്തര കമ്പോളം ഇപ്പോൾ തന്നെ ചൈനയുടെ കൈകളിലായിരിക്കുമ്പോൾ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്തുമൊക്കെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഒരു വിപണി കണ്ടെത്തുവാൻ സാധിക്കാതെ വലിയ പ്രതിസന്ധി കാർഷിക മേഖലയിൽ കർഷക സമൂഹം അഭിമുഖീകരിക്കേണ്ടി വരും. ബ്രൂണൈ, കംബോഡിയ, ഇന്തോനേഷ്യ, ലാവോസ്, മലേഷ്യ, മ്യാൻമർ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, തായ്ലൻഡ്, വിയറ്റ്നാം എന്നിവയാണ് ആസിയാൻ രാജ്യങ്ങൾ. ആസിയാനുമായി ഇന്ത്യ 2009 സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചു. 2010 പ്രാബല്യത്തിൽ വന്ന കരാർ പ്രകാരം ആസിയാനിൽ നിന്നുള്ള 80% ഇനങ്ങൾക്കും ഇറക്കുമതി തീരുവ ഒഴിവാക്കിയിരുന്നു. ഇതിനു പുറമെയാണ് വലിയ കയറ്റുമതി രാജ്യങ്ങൾ കൂടി ഉൾപ്പെട്ട പുതിയ വ്യാപാര ഉടമ്പടിയിൽ ഇന്ത്യ തുല്യം ചാർത്തുന്നത്. ഇത് ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ലൊടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കടക്കണിയും
വിലത്തകർച്ചയും കർഷക ആത്മഹത്യയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ പ്രളയവും പ്രകൃതി ദുരന്തവും വന്യമൃഗശല്യവും ഒക്കെ ഉണ്ടാക്കിയ വലിയ ഭവിഷ്യത്തുകളിലൂടെ കർഷക സമൂഹം നീങ്ങുമ്പോൾ ഇതിനെല്ലാം അതീതമായിക്കൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക പീഡനം അതിരൂക്ഷമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. വിവിധങ്ങളായ കാർഷിക വിഷയങ്ങളിൽ സംസ്ഥാന റവന്യൂ, വനം വകുപ്പുകളും കൃഷി വകുപ്പും കർഷക വിരുദ്ധ സമീപനം സ്വീകരിച്ചിരിക്കുമ്പോൾ അതിലും രൂക്ഷമാണ് കേന്ദ്ര സർക്കാർ രാജ്യാന്തര കരാറുകളിലൂടെ, കർഷക വിരുദ്ധ കരാറുകളിലൂടെ കാർഷിക മേഖലയ്ക്കും കർഷക സമൂഹത്തിനും ഇരട്ടടി നൽകിക്കൊണ്ടിരിക്കുന്നത്. RCEP വന്നാൽ ഇറക്കുമതി വർദ്ധിക്കുന്ന മേഖലകൾ ഇവയാണ്: റബ്ബർ, കുരുമുളക് തുടങ്ങിയ കാർഷികോൽപ്പന്നങ്ങളും അവയിൽ നിന്നുള്ള വസ്തുക്കളും, പാൽ, പാൽപ്പൊടി, ഭക്ഷ്യ എണ്ണ, മത്സ്യം, തുണിത്തരങ്ങൾ, പ്ലാസ്റ്റിക്, ഇരുമ്പ്, ഉരുക്ക്, വാഹനങ്ങൾ തുടങ്ങിയവയാണ്. ഇത് ഇന്ത്യൻ വ്യവസായത്തിന്റെയും കാർഷിക മേഖലയുടെയും മൃതസംസ്കാരത്തിന് ഇടയാക്കും. ലോകത്തെ ഏറ്റവും വലിയ ക്ഷീരോത്പാദക രാജ്യമാണ് ഇന്ത്യ. എന്നാൽ കരാർ ഒപ്പിടുന്നതോടെ നിയന്ത്രണങ്ങളില്ലാതെ കടന്നുവരുന്ന പാലിന്റെയും പാൽ ഉൽപാദനങ്ങളുടെയും ഇറക്കുമതി ക്ഷീരമേഖലയെ തകർത്തെറിയും. ഇപ്പോൾ തന്നെ ഈ മേഖലയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വല്ലാണ്ട് ക്ലേശിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പശു വളർത്തുക എന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഇതാണ്. പശു വളർത്താൻ നമുക്ക് സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണ്. പക്ഷേ സർക്കാരിൻ്റെ ഇതിലായാലും തീറ്റയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. പിടിച്ചു നിൽക്കാനുള്ള ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് ഒരു സാഹചര്യത്തിലും പറ്റാത്തൊരു സാഹചര്യമാണ്. അതിനുവേണ്ടി ഇപ്പോൾ സർക്കാരുകൾ ചെയ്യേണ്ട സബ്സിഡികളൊന്നും ഇപ്പോൾ നമുക്ക് അനുകൂലമായിട്ട് അങ്ങനെ ലഭിക്കുന്നില്ല. പഞ്ചായത്തായാലും അതിൻ്റെ വേണ്ട നടപടികളിൽ തീറ്റയ്ക്ക് എത്രയും പെട്ടെന്ന് അത് സബ്സിഡി തന്നാൽ തന്നെയാണ് ഇന്നത്തെ കാലത്ത് കർഷകർക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ തീറ്റയ്ക്ക് പാലിന് വില കൂട്ടി 2-3 രൂപ കൂട്ടി, അപ്പോൾ തീറ്റയ്ക്ക് ഇപ്പോൾ അതിലും വേറെ വില കൂട്ടി. 10,500 രൂപ കൊടുത്ത് ഒരു ചാക്ക് തീറ്റ കൊടുത്ത്, പിന്നെ അതിൻ്റെ വേണ്ട ഇപ്പോൾ ആ തീറ്റ തന്നെയല്ല എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട് ഒരു പശുവിനെ വളർത്തുക. അപ്പോൾ അതിലേക്ക് വേണ്ട പൊടി, എല്ലാ തീറ്റ ഒരു പല്ലക്ക് മാത്രമല്ല നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ തവിടായാലും അതൊക്കെ അതിൻ്റെയൊക്കെ ഭയങ്കര വില. എല്ലാം കൂടിയാലാണ് നമുക്ക് ഇത്തിരി പാൽ അധികം കിട്ടിയത് ഈ മേഖല പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടുള്ളൂ. പക്ഷേ തീറ്റയ്ക്കൊക്കെ ഇങ്ങനെ വില കൂടിയ സാഹചര്യത്തിൽ നമുക്ക് ഒരു കാരണവശാലും ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഞാനാണെന്ന് വെച്ചാൽ ഒരു 10-50 വർഷമായിട്ട് ഇത് പാരമ്പര്യമായിട്ട് തുടർന്നു വരുന്നതാണ്. പക്ഷേ ഒരു കാലത്തും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇപ്പോൾ എന്ന് വെച്ചാൽ പൈസയ്ക്കായാലും നമ്മുടെ ഗവൺമെൻറ്റുകളൊക്കെ നമുക്ക് ഈ GSTയും ഈ കാര്യങ്ങളൊക്കെ വന്നോളൂ, ഈ പണത്തിൻ്റെ ബുദ്ധിമുട്ടുകളായാലും നമുക്ക് പറ്റാത്തൊരു സാഹചര്യമാണ്. നമുക്ക് ഇപ്പോൾ ഈ കൃഷി മേഖലയെ പിടിച്ചു നിൽക്കണമെങ്കിൽ തന്നെ ഇപ്പോൾ GSTയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നമുക്ക് മറ്റുള്ള നമ്മുടെ നിത്യജീവിതത്തിലേക്ക് വരുമാനം തന്നെ നിലച്ച ഇതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പശുവിനെ വളർത്തി നമ്മുടെ കുടുംബം, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പിള്ളേരൊക്കെ 2 പേര് പഠിക്കുന്നുണ്ട്, അവർക്ക് ഫീസും കാര്യങ്ങളും പിന്നെ മറ്റുള്ള കുടുംബകാര്യമായ കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പോൾ അതിൻ്റെ അവിടേക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഷാജുവിനെ പോലെയുള്ള നിരവധി പേർ വർഷങ്ങളായി ചെയ്തു വന്ന തൊഴിലിടങ്ങളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയപ്പെടും. ഇനി മറ്റൊരു തൊഴിൽ തേടിപ്പിടിച്ച് കുടുംബം നോക്കാനുള്ള ശ്രമം ഇവർക്ക് അത്ര എളുപ്പമാകില്ല. മെയ്ഡ് ഇൻ ഇന്ത്യ എന്നത് മെയ്ഡ് ഇൻ ചൈന, മെയ്ഡ് ഇൻ കൊറിയ, മെയ്ഡ് ഇൻ ന്യൂസിലാൻഡ് എന്നിങ്ങനെ മാറുകയാണ്. ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ ക്ഷീര ഉൽപ്പന്നങ്ങൾ ഒരു നിയന്ത്രണവുമില്ലാതെ ഇന്ത്യയുടെ വിപണിയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇന്ത്യയിലെ ക്ഷീരമേഖല ഒന്നാകെ തകിടം മറിയുന്ന നശിക്കുന്ന സാഹചര്യമുണ്ടാവും. ഈ രാജ്യത്തെ കർഷകരെ സംരക്ഷിക്കാതെ, കാർഷിക മേഖലയെ സംരക്ഷിക്കുവാതെ വിദേശ കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യൻ വിപണി തുറന്നു കൊടുക്കുന്ന കിരാതമായിട്ടുള്ള ഒരു പുതിയ എഗ്രിമെൻ്റ്, കരാറ് ഒപ്പിടുന്നതിന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നാണ് ഈ നാട്ടിലെ കർഷകരുടെ പ്രധാനപ്പെട്ട ആവശ്യം. വളരെ രഹസ്യമായിട്ടാണ് സർക്കാർ ഇതിനുള്ള നീക്കങ്ങൾ നടന്നത്.
2011 കംബോഡിയയിൽ നടന്ന ആസിയാൻ ഉച്ചകോടിയുടെ തുടർച്ചയായിട്ട് 2012 കേന്ദ്ര സർക്കാർ ചർച്ചകൾക്ക് ക്ഷണിക്കുകയും ഇതിനോടകം 28ഓളം റൗണ്ട് ചർച്ചകളും 8ൽ പരം മന്ത്രിതല ചർച്ചകളും 6 ഉന്നതതല ഉച്ചകോടികളും കൂടിയതിനു ശേഷം കരാറുമായിട്ട് വളരെയേറെ എതിർപ്പുകൾ ഉണ്ടായിട്ട് പോലും മുന്നോട്ട് പോവുക എന്നെടുത്ത തീരുമാനം ജനാധിപത്യ ഭരണ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നതാണ്. ഇന്ത്യയിലെ ജനപ്രതിനിധികൾ പോലും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെയും പ്രതികരിക്കാതെയും ഇരിക്കുന്നത് ഏറെ ദുഃഖകരമായ വസ്തുതയാണ്. RCEP കരാർ കേരളത്തിന് കനത്ത തിരിച്ചടിയാകും. കരാർ പ്രകാരം ഇറക്കുമതി വർദ്ധിക്കുന്ന മേഖലകൾ റബ്ബർ, കുരുമുളക്, ഭക്ഷ്യ എണ്ണ എന്നിവ കൂടിയാണ്. കേരളത്തിലെ കർഷകരുടെ നട്ടെല്ലൊടിക്കുന്ന സമീപനം കൂടിയാകും ഇത്. കൃഷി ചെലവും കൃഷിനാശം മൂലമുള്ള നഷ്ടവും മൂലം സ്വതവേ തന്നെ നട്ടം തിരിയുകയാണ് കേരളത്തിലെ കർഷകർ. ഈ വാഴ നടുന്നതിനുള്ള ചിലവ്, കണ്ണ് മേടിക്കുന്നതിന് ഒരു കണ്ണിന് 18 രൂപ ചിലവായിട്ടുണ്ട്. ഇത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഇവിടെ വന്ന് അത് ചെത്തി ക്ലീൻ ചെയ്ത് ഒരു കണ്ണ് റോഡിലേക്ക് എത്തുമ്പോൾ തന്നെ 22ഓളം ചിലവ് വരുന്നു. പിന്നെ ഓരോ മാസവും ഓരോ വാഴയ്ക്കും ഒരു 12 രൂപ വെച്ച് ആവറേജ് വളവും പണിക്കാശ് വരെ ചിലവ് വരുന്നുണ്ട്. പിന്നെ ഇത് 8-9 പ്രാവശ്യം വളം ചെയ്ത വാഴയാണ്. ഓരോ വാഴയ്ക്കും 90 രൂപ വെച്ചുള്ള കാറ്റാടി ഊന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരുത്തി ഇട്ടേക്കുന്നതാണ്. പിന്നെ ഈ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഭയങ്കരമായ വിലയിടിപ്പാണ്. 25 രൂപ, 26 രൂപ, 28 രൂപയാണ് ഇപ്പോൾ മാർക്കറ്റ് റേറ്റ് ഉള്ളൂ. ഓരോ വാഴയ്ക്കും നമ്മൾ 250 ചിലവാക്കിയിട്ട് അതിൻ്റെ പകുതി പോലും 1/3 പോലും കിട്ടാത്തൊരവസ്ഥയാണ്. കർഷകർ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഇതിനു പുറമെയാണ് ഇത്തരക്കാരുടെ ചൂഷണവും. വില നിയന്ത്രിക്കുന്നത് അവരായതിനാൽ കർഷകന് സ്വന്തം വിളകളുടെ മേലുള്ള നിയന്ത്രണം പരിമിതമാകുന്നു. അവർ കച്ചവടക്കാർ ഒരുമിച്ചിട്ട് വില മാക്സിമം കുറഞ്ഞ റേറ്റിലാണ് ഉൽപ്പന്നങ്ങൾ കളക്ട് ചെയ്യുന്നത്. ഒരു കർഷകന് ഈ സാഹചര്യത്തിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. എല്ലാ വർഷവും തകർച്ച കൃഷി തന്നെ നിലനിൽക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രളയം തട്ടിത്തകർത്ത ജീവിതങ്ങൾ ഏതാണ്ട് പച്ച പിടിച്ചു വരുന്നതേയുള്ളൂ. ഇത്തവണത്തെ വെള്ളപ്പൊക്കം വീണ്ടും കർഷകന്റെ ജീവിതത്തെ ദുരിതക്കയത്തിലേക്ക് തള്ളിവിടുകയാണ്. 20 വർഷമായിട്ട് ഈ പുഷ്പകൃഷി മേഖലയിൽ ഉള്ള ആളാണ്. എനിക്കൊരു 15,000 ആന്തൂരം ചെടികളുണ്ടായിരുന്നു. പിന്നെ ഹെലിക്കോണിയ ഒരു 1.5 ഏക്കറിൽ ഹെലിക്കോണിയം ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ 2018 വെള്ളപ്പൊക്കത്തിൽ ആന്തൂറിയം മൊത്തമായി നശിച്ചുപോയി. 15,000 കടകളും എനിക്ക് നഷ്ടപ്പെട്ടു. ഒരു 40 ലക്ഷം രൂപയുടെ ഒരു നഷ്ടമാണ് എനിക്ക് അതിൽ നിന്നുണ്ടായത്. പിന്നെ ഹെലിക്കോണിയയ്ക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. ഇപ്പം എൻ്റെ പ്രധാന വരുമാന മാർഗം അതായിരുന്നു. പൊടുന്നനെ കേരളത്തിലെ കർഷകന് കിട്ടിയ ലോട്ടറിയായിരുന്നു ഏലത്തിന്റെ വില. പക്ഷേ ഗുണമൊന്നും കർഷകന് കിട്ടിയില്ല. വ്യാപാരികളുടെ സൂക്ഷിപ്പ് മുതലിന് മാത്രമായിരുന്നു ഗുണപരമായ നേട്ടം. കർഷകൻ അപ്പോഴും ഉരുൾപൊട്ടലിനും പ്രകൃതിക്ഷോഭങ്ങൾക്കും ഇരയായി തുടരുകയായിരുന്നു. ഈ 1.5 ഏക്കർ സ്ഥലവും ഏലം നിന്ന സ്ഥലമായിരുന്നു. ഏലവും കൊടിയും വാഴയും എല്ലാ കൃഷിയും ഉണ്ടായിരുന്നു. ഇതുപോലൊക്കെ കായ്ച്ചു കിടന്ന ഏലമാണ് മൊത്തം നശിച്ചു പോയത്. ഞങ്ങൾക്കിനി ഞങ്ങളുടെ ജീവിതമാർഗത്തിന് പോലും മറ്റൊന്നും കയ്യിലില്ല. ഞങ്ങൾ 70 വർഷമായി ഇവിടെ താമസിക്കുന്നത്. ഈ കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ട് ഈ വസ്തു ഇപ്പം ലേലത്തിലാണ്. 10 ലക്ഷം രൂപ ലേലത്തിലാണ്. എനിക്കിനി 10 സെൻറ്റ് വസ്തു വിറ്റച്ച് കടമടയ്ക്കാൻ പോലും മാർഗമില്ല. കൃഷിനാശം സംഭവിച്ച കർഷകനോട് പലപ്പോഴും പകപോക്കൽ സമീപനമാണ് ഭരണകൂടം കാട്ടുന്നത്. നക്കാപ്പിച്ച ദുരിതാശ്വാസ പണം പ്രഖ്യാപിച്ച് കൈയൊഴിയുന്ന സർക്കാർ ഇവരുടെ ദുരിതം കണ്ടില്ലെന്ന് നടിക്കുന്നു. ഭരണചക്രം ഉരുട്ടി രസിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദം ഈ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരാൻ തക്കം പാർത്തിരിക്കുന്നു. പിന്നെ ഇനിയും ഞങ്ങൾക്ക് ഇനി ഇതിന് നഷ്ടം ഫലം ചെറിയ തുച്ഛമായ തുക ഫലം ഗവൺമെൻറ്റിന് കിട്ടിയാൽ പോലും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ അവസ്ഥയിലാണ്. ഇനിയിപ്പോൾ ജീവിക്കണോ വേണ്ടായെന്ന് പോലും തീരുമാനമെടുക്കാൻ മേലാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞാൻ മാത്രമല്ല, ഇവിടെ അനേകം ആൾക്കാർ ഇങ്ങനെ ഈ അവസ്ഥയിൽ എത്തിപ്പോയി. വീട് നഷ്ടപ്പെട്ടവരും 18 വീട്ടുകാർക്ക് പോയി. 18 വീട്ടുകാർക്ക് സ്ഥലവും വീടും വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കണോ വേണ്ടായോ എന്നറിയില്ല. ആത്മഹത്യയുടെ വക്കിൽ നിന്ന് പറയാം. ആ അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് എന്തെങ്കിലും അർഹതപ്പെട്ട രീതിയിൽ കൂടെ ഗവൺമെൻറ് ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി ജീവിക്കാൻ പറ്റത്തില്ല. നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ എല്ലാ സാധ്യതകളും പരിശോധിക്കുകയാണ് ഇന്ന് കർഷകർ.
ജൈവ കൃഷിയും ഫാം ടൂറിസവും എല്ലാം ഇത്തരം പരീക്ഷണങ്ങളുടെ വേദിയാണ്. ജീവിതം പച്ച പിടിപ്പിക്കാനുള്ള പോരാട്ടം അത് എത്ര കടുത്തതായാലും പരാജയപ്പെടാൻ കർഷകൻ തയ്യാറല്ല. ഇവിടെ ചെയ്തിരിക്കുന്ന വെള്ളത്തിൻ്റെ ഇതെല്ലാം വളം കൊടുക്കുന്ന എല്ലാം പ്രിസിഷൻ ഫാമിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഡ്രിപ്പ് ഇറിഗേഷനാണ് എല്ലാം. ഇതിൻ്റെ വളവും പശുവിൻ്റെ ചാണകവും മൂത്രവും ഇതെല്ലാം കൊടുക്കുന്നത്. പിന്നെ അധികമായിട്ട് ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കോഴിവളം നന്നായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫിറമോൺ കെണിയുണ്ട്. അതുപോലുള്ള ഒരുപാട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഈ കീടങ്ങളൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മറ്റേത് കരാറുപോലെ RCEP കരാറിനെ കുറിച്ച് കാര്യമായ ചർച്ചകൾ ഒന്നും പൊതുയിടങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റ് വമ്പന്മാരായതിനാൽ കർഷകർ ഒരിക്കലും പരിഗണനയിൽ വരുന്നതേയില്ല. ഇക്കഴിഞ്ഞ 10 വർഷത്തിനിടെ തന്നെ രാജ്യം നിരവധി കർഷക പ്രക്ഷോഭങ്ങൾ കണ്ടുകഴിഞ്ഞു. പക്ഷേ അതിന്റെ റിസൾട്ട് ഓരോ ജനാധിപത്യവാദിയെയും നിരാശയുടെ പടുകുഴിയിൽ ആഴ്ത്തുക മാത്രമാണ് ചെയ്യുന്നത്. ബിഗ് ബുക്കിന്റെ 2ാം താളിന്റെ 2ാം പുറം പരിശോധിക്കുന്നത് പ്രണയം മരണമാകുന്ന ക്യാമ്പസിന്റെ ചപലതകളെക്കുറിച്ചാണ്. പ്രണയവും സൗഹൃദവും നേർത്ത നൂൽപാലത്തിലൂടെ കടക്കുമ്പോൾ സംഭവിക്കുന്ന വൈകാരികതയെന്ന് ക്യാമ്പസ് തന്നെ ഇതിനെ വിശേഷിപ്പിക്കുന്നു. ഈ വിഷയത്തിൽ മുൻവിധികളോ വ്യാഖ്യാനങ്ങളോ ഇടപെടലോ ഇല്ലാതെ ബിഗ് ബുക്ക് അതിന്റെ താളുകളിൽ ഈ തീയതിയിൽ രേഖപ്പെടുത്തുകയാണ് ക്യാമ്പസിന്റെ മനസ്സ് അവരുടെ വാക്കുകളിലൂടെ. പ്രണയം നിരസിച്ചതിന് അഗ്നിനാളങ്ങൾ സമ്മാനമായി കിട്ടിയ പെൺകുട്ടികളുടെ കഥ ഒരു മാലപ്പടക്കം പോലെ പൊട്ടിയ നാളുകളായിരുന്നു കടന്നുപോയത്. ക്യാമ്പസിൽ മാത്രമല്ല, പരിചിതമായ പൊതു ഇടങ്ങളിൽ നിന്നെല്ലാം അടുത്തിടപഴകുന്ന പലരിൽ നിന്നും പ്രണയമെന്ന പനിനീർപ്പൂവ് കൈനീട്ടി വാങ്ങുന്നു. ഒടുവിൽ കത്തിമുനയിലോ അഗ്നിചുംബനത്തിലോ അവർ ജീവിതം അവസാനിപ്പിക്കുന്നു. പ്രണയം നിരസിച്ചതിന് പെട്രോൾ ഒഴിച്ച് ജീവനെടുക്കുന്ന സംഭവം ക്യാമ്പസിൽ നിന്ന് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് കോട്ടയം ജില്ലയിലെ MG യൂണിവേഴ്സിറ്റിയുടെ ആരോഗ്യ വിദ്യാഭ്യാസ പഠന കേന്ദ്രത്തിൽ നിന്നായിരുന്നു. സീനിയർ വിദ്യാർത്ഥിയുടെ കയ്യിലെ പെട്രോൾ ക്യാനിൽ നിന്നും ഒഴുകിപ്പടർന്ന പക അഗ്നിയായി അവളെ പൊതിഞ്ഞപ്പോൾ വാവിട്ട് കരയാൻ മാത്രമേ സഹപാഠികൾക്ക് കഴിഞ്ഞുള്ളൂ. പ്രണയമെന്ന കാൽപ്പനിക വാക്കിന് ഇന്നത്തെ സമൂഹം ചമയ്ക്കുന്ന നിർവചനങ്ങൾ ഇങ്ങനെയൊക്കെ ആകാമെന്ന് ക്യാമ്പസ് പറയുന്നു. ഇന്നത്തെ കാലത്ത് ഒരു പക്ഷെ നമുക്ക് തോന്നിപ്പോകും സ്നേഹം എന്നത് വേറൊരു അർത്ഥത്തിലാണ് എല്ലാവരും കാണുന്നത്. പണ്ടത്തെ കാലത്ത് സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിൽ മറ്റൊരാളോട് നമുക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് എന്തും ജീവിതകാലത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളോടുള്ളൊരു സ്നേഹം, അതാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അതിൻ്റെ അർത്ഥം എവിടെയൊക്കെ മാറിപ്പോകുന്നുണ്ട്. ക്യാമ്പസിലോ പുറത്തു വെച്ച് കണ്ടുമുട്ടുന്ന ഓരോ നോട്ടത്തിലും പ്രണയം തേടുന്നത് ആരാണ്? നോട്ടമായി, ചിരിയായി, സൗഹൃദമായി വളരുന്ന ഓരോ അടുപ്പവും പ്രണയമെന്ന ഇനിയും നിർവചനം ആവശ്യമുള്ള ബന്ധത്തിന് വഴിമാറുന്നത് എപ്പോഴാണ്? ആ ബന്ധം ആവശ്യപ്പെടുന്ന എന്റെ എന്ന് മാത്രമുള്ള ചിന്തകളുടെ കടുംപിടുത്തത്തിൽ നിന്നാണോ ഇത്തരം ക്രൂരതകളിലേക്ക് ഇത്തരക്കാർ കടക്കുന്നത് എന്ന സംശയത്തിനും ക്യാമ്പസിന് മറുപടിയുണ്ട്. തിരിച്ചറിയേണ്ടതുണ്ട്. അവർക്ക് പ്രണയം തമ്മിലുള്ളതും അറ്റാച്ച്മെന്റ് തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അതായിരിക്കും. എന്താണ് പ്രണയം, അല്ലെങ്കിൽ ഒരാളോട് തോന്നുന്ന ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അഡ്മയർ, അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇപ്പം ഒരാളോട് നമുക്ക് ഒരു നല്ല വ്യക്തിനെ കണ്ടാൽ ഇഷ്ടം തോന്നുക സ്വാഭാവികമാണ്. അതിപ്പോൾ ഒരു കോളേജിലാണെങ്കിൽ അങ്ങനെ തോന്നിയാൽ പോലും അത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലേക്കാണ് ഏറ്റവും ആദ്യം നയിക്കുക. 2017 ജൂലൈയിൽ പത്തനംതിട്ടയിലെ കടമനിട്ടയിൽ സജിൻ എന്ന യുവാവ് കല്ലേലിമുക്കിലെ പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് വിളിച്ച് പുറത്തിറക്കിയ ശേഷം പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കുകയായിരുന്നു. 85% പൊള്ളലേറ്റ പെൺകുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിലും പിന്നീട് കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അത് പെൺകുട്ടികൾ കുറച്ച് കരുതലുള്ളവരാവണം. എപ്പോഴും ബോയ്സിനോട് സംസാരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ അവരോട് ഇടപെടുമ്പോഴാണെങ്കിലും നമ്മൾ നമ്മുടെ ഒരു സ്റ്റാൻഡിൽ നിൽക്കണം. അല്ലെങ്കിൽ അവർ പറയുന്ന എന്തും അതേപടി കേട്ട് അതേപോലെ അനുസരിക്കുന്നവരാവരുത് ഒരിക്കലും. അവരെന്ത് പറയുന്നു അതിനകത്ത് നല്ലതുണ്ടോ ചീത്തയുണ്ടോ, അല്ലെങ്കിൽ അവരെന്ത് പറഞ്ഞാലും നമ്മുടെ പാരൻസ് ഇതിനെ എങ്ങനെ നോക്കിക്കാണോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റാൻഡിൽ അതിനെക്കുറിച്ച് ആലോചിക്കണം. തിരുവല്ല നഗരത്തിന് നടുക്കുനിന്ന് വന്ന വാർത്തകൾ കുറച്ചുകൂടി മൃഗീയമായിരുന്നു. 2019 മാർച്ച് 13 അജിൻ റെജി മാത്യൂസ് എന്ന പ്രതി വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ പ്രണയം നിരസിച്ചെന്ന പേരിൽ പലവട്ടം കത്തിക്ക് കുത്തി. കുത്തേറ്റ് വഴിയിൽ വീണ പെൺകുട്ടിയെ അജിൻ റെജി മാത്യൂസ്
പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ചു. 9 ദിവസത്തെ പ്രണയവേദന പേറി അവൾ പ്രണയ വഴികളിലെ ഇതൾ കൊഴിഞ്ഞ പുഷ്പമായി. ക്യാമ്പസ് ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രണയത്തെക്കാളും ഇഷ്ടം സൗഹൃദത്തോടാണ്. കാരണം നമ്മുടെ ഈ പ്രായത്തിൽ നമുക്ക് ഒരു പ്രണയം ഇപ്പോൾ തോന്നുകയാണെങ്കിൽ അത് അയാളുടെ വ്യക്തിപരമായ താല്പര്യമാണ്. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ എന്തുകൊണ്ടും നല്ലത് സൗഹൃദമാണ്. കാരണം സൗഹൃദം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരുമായിട്ടും ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ വയലൻസ്, നമ്മൾ വയലൻസിനെ കുറിച്ച് ഇപ്പോൾ കുറേ കേൾക്കുന്നുണ്ടല്ലോ, പത്രങ്ങളൊക്കെ കുറേയധികം വയലൻസിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. വയലൻസ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ പൊസസീവ്നെസ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ അവൾ എൻ്റേത് മാത്രമാണ്, അല്ലെങ്കിൽ അവൻ എൻ്റേത് മാത്രമാണ്, അവൾ വേറെ ഒരാളോടും മിണ്ടാൻ പാടില്ല, വേറൊരാളോടും ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരുതരം പൊസസീവ്നെസ് ആണ്. ആ ഒരു പ്രണയത്തോട് എനിക്ക് താല്പര്യമില്ല. മറിച്ച് അവളുടെ സന്തോഷം, അവളെ എല്ലാവരുമായിട്ടും ഇടപഴകുന്നുണ്ട് എന്നൊക്കെ ഉറപ്പുവരുത്താനായെങ്കിൽ ആ ഒരു പ്രണയത്തോടാണ് എനിക്ക് താല്പര്യം. ഈ വർഷം ഏപ്രിൽ 4-നാണ് തൃശൂർ ചിയാരത്ത് നീതുവിന്റെ സുഹൃത്തായ രതീഷ് വീട്ടിൽ കയറി തീ കൊളുത്തി കൊന്നത്. പുലർച്ചെ 7-നും 7:30-ക്കുമിടയിൽ വീട്ടിനുള്ളിലെ ശുചിമുറിയിൽ വെച്ചായിരുന്നു നീതുവിന്റെ ദാരുണ മരണം. മക്കൾക്കൊപ്പം ഇരിക്കാൻ സമയം തികയാത്ത മാതാപിതാക്കളും ഇത്തരം അനിഷ്ട സംഭവങ്ങൾക്ക് ഉത്തരവാദികളാണെന്ന് ക്യാമ്പസ് വിലയിരുത്തുന്നു. നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. പണ്ട് നമുക്ക് പേരൻസിൻ്റെ കെയർ ഒക്കെ വളരെ നന്നായിട്ട് കിട്ടിയിരുന്നു. അന്നപ്പം നമുക്ക് പറഞ്ഞു തരാൻ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു തരാൻ സമയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പേരൻസ് മിക്കവാറും അവർക്ക് ജോലിക്ക് പോകേണ്ടി വരുമായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് കുട്ടികളെ നന്നായിട്ട് വളർത്താൻ സാധിക്കുന്നില്ല. അവരുടെ ജീവിതം പബ്ജിയും ഗെയിംസും പിന്നെ സോഷ്യൽ മീഡിയസിലൊക്കെ ഒതുങ്ങി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു കറക്റ്റ് ഒരു ഗൈഡ് ലൈൻ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന കുട്ടികൾ അവർക്ക് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയത്തില്ല. അവരുടെ ബിഹേവിയറിനെ തീരുമാനിക്കുന്നത് അവർ കാണുന്ന സിനിമകളാകും, അവർക്ക് കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്ന പല ഉപദേശങ്ങളായിരിക്കാം. ഈ വർഷം മാർച്ച് 14-ന് കൊച്ചി നഗരത്തിലും സമാനമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ പഠിക്കുന്ന പെൺകുട്ടി ക്ലാസ് കഴിഞ്ഞ് സുഹൃത്തുക്കൾക്കൊപ്പം മടങ്ങുമ്പോഴായിരുന്നു സംഭവം. ബൈക്കിൽ മുഖംമൂടി ധരിച്ചെത്തിയ ആളാണ് ആക്രമണം നടത്തിയത്. പെൺകുട്ടി സമീപത്തെ കടയിലേക്ക് ഓടിക്കയറുകയും ആളുകൾ സംഘടിച്ചെത്തുകയും ചെയ്തതോടെ അക്രമി രക്ഷപ്പെടുകയായിരുന്നു. കടുത്ത ആശങ്കയാണ് പെൺകുട്ടികളുള്ള ഓരോ മാതാപിതാക്കളും ഇന്ന് പങ്കുവയ്ക്കുന്നത്. ആൺപെൺ സൗഹൃദങ്ങളൊക്കെ ക്യാമ്പസിൽ ആവശ്യമുള്ളതാണ്. പക്ഷേ പാരൻസിൻ്റെ അടുത്തുനിന്ന് അവരുടെ ഒരു കാഴ്ചപ്പാടിലാണെന്നുണ്ടെങ്കിൽ അവർ ചെറുതായിട്ട് പേടിയോടെയാണ് കാണുന്നത്. കാരണം അവർ ഇത്രയും നാൾ വളർത്തി വലുതാക്കിയ പിള്ളേർ പെട്ടെന്ന് ഒരു ദിവസം വേറൊരാളുടെ ഒപ്പം ഇറങ്ങിപ്പോവാന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത്. അപ്പോൾ ഇപ്പോൾ നമ്മളെ ആണെങ്കിലും ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന പെൺപിള്ളേർ പ്രത്യേകിച്ചും അവർ വീട്ടുകാരെയൊക്കെ വിളിക്കുമ്പോൾ എപ്പോഴും വീടുകളിൽ നിന്ന് ചോദിക്കാറുണ്ട് പാരൻസ്, എങ്ങനെയുണ്ട് അവിടെ, എങ്ങനെയൊക്കെ ഉണ്ടോ, അവിടെ സേഫാണോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. ക്യാമ്പസ് പ്രണയത്തിൽ പ്രണയപ്പക കടുത്ത ആശങ്കയിൽ നിന്ന് ഉടലെടുക്കുന്നതാണെന്ന വിലയിരുത്തലാണുള്ളത്. സ്വന്തമാകണമെന്ന് കൗമാര ചപലതയിൽ ആഗ്രഹിക്കുന്നത് കിട്ടാതെ വരുമ്പോൾ എല്ലാം തകർക്കാൻ പലരും വെമ്പൽ കൊള്ളുന്നു. എന്നാൽ ക്യാമ്പസിന് പുറത്തും ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. ആലപ്പുഴയിൽ ഒരു പോലീസുകാരൻ കാറിടിച്ചു വീഴ്ത്തി വെട്ടിപ്പരിക്കേൽപ്പിച്ച് ചുട്ടുകൊന്നത് ഏത് നിരയിൽ ഉൾപ്പെടുത്തണമെന്നും ക്യാമ്പസ് ചോദിക്കുന്നു. ഇപ്പോൾ ഒരാളെ മാത്രമായിട്ട് പറയാൻ പറ്റില്ല. എന്നാൽ ഇന്ന് കേരളത്തിന്റെ പൊതു ഇടങ്ങൾ നിരീക്ഷണ ക്യാമറകളുടെ പിടിയിലാണ്. അത് പക്ഷേ പോലീസിന്റെയോ ഭരണകൂടങ്ങളുടെയോ അല്ല, മറിച്ച് സദാചാര പോലീസ് എന്ന സാമൂഹ്യ ദ്രോഹികളുടേതാണ്. അമ്മയ്ക്കൊപ്പം ബൈക്കിൽ സഞ്ചരിച്ച മകനെയും പെങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ആങ്ങളെയും തടഞ്ഞു നിർത്തി അസഭ്യം പറയുന്ന കേരളത്തിന്റെ സദാചാര ബോധത്തിന് ക്യാമ്പസ് തടയിടുന്നുണ്ട്. ശരിയായ ആൺപെൺ സൗഹൃദത്തിന്റെ മനസ്സിലാക്കലുകളുടെ സഹകരണത്തിന്റെയൊക്കെ ബാലപാഠം അവിടെ അഭ്യസിക്കുന്നുണ്ട് യുവതലമുറ. ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും സംസാരിക്കാൻ തന്നെ ഞാൻ കണ്ടുവച്ച ഒരു സ്പേസ് ഉള്ളത് കോളേജുകളിലാണ്. കോളേജിന് പുറത്തു പോയാൽ അത് ഒരുമിച്ച് നടന്നാൽ തന്നെ അത് പ്രശ്നങ്ങളെ മാറാറുണ്ട്. ബിഗ് ബുക്കിന്റെ 2ാം താളിവിടെ പൂർത്തിയാകുന്നു. 2 പുറത്തിൽ കവിയാത്ത വിഷയങ്ങളുമായി മടങ്ങിയെത്താം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചർച്ച ചെയ്യപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളും ഞങ്ങൾക്ക് അയയ്ക്കുക. നന്ദി, നമസ്കാരം.